മാർക്കറ്റിൽ ഒരുപാട് ആൻറ്റി ഏജിങ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇത്തരം പ്രോഡക്റ്റുകളെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നില്ല. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഇത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് സ്കിന്നിൽ വളരെ മാജിക്കലായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അതെന്താണെന്നല്ലേ? അതാണ് മുട്ട. ഈ മുട്ട വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ് മുട്ട, അല്ലേ? പക്ഷേ അത് നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ മുട്ടയ്ക്ക് സാധിക്കും. പ്രായമാവുന്നതിനനുസരിച്ച് സ്കിൻ സാഗി ചെയ്യുക, റിങ്കിൾസ് ഉണ്ടാകുക, ഫൈൻ ലൈൻസ് വരിക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പലരും ഫേസ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ സ്കിൻ കെയറിൽ മുട്ട ഉൾപ്പെടുത്തുക. നമ്മുടെ സ്കിന്നിൽ എഗ് വൈറ്റ്സ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. പറഞ്ഞാൽ തീരാത്തത്ര ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. ആഴ്ചയിൽ ഒരു 3 ദിവസം ഈ എഗ് പാക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ എഗിൻ്റെ വൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടോണറാണ്. ഇത് നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ റിപ്പയർ ചെയ്യുകയും ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ഹെഡ്സ് പോകുന്നതിനും ഡാർക്ക് സ്പോട്ട് കുറയുന്നതിനുമൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ കൺതടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പഫ്നെസ് ഉണ്ടല്ലോ, അതൊക്കെ കുറയുന്നതിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഈ ഓപ്പൺ പോർട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യുന്നതിന് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആക്നി പ്രോൺ സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റുകളൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഈ മുട്ട എന്ന് പറയുന്നത്, മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. വളരെ വലിയ മാറ്റം നിങ്ങളുടെ സ്കിന്നിന് അത് തരാൻ കഴിയും. ഈ സാഗ് ചെയ്യുന്നതിനും റിങ്കിൾസ് പോകുന്നതിനും ഫൈൻ ലൈൻസ് കുറയുന്നതിനും ഒക്കെ വളരെ നേരത്തെ തന്നെ ഈ മുട്ടയുടെ വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രായമായവർക്കും ഉപയോഗിച്ച് തുടങ്ങാം. അത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇന്നു മുതൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടേത് ഒരു ആക്നി പ്രോൺ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് ഹണി ചേർക്കുക, കുറച്ച് നാരങ്ങാ നീരും കൂടെ ഉൾപ്പെടുത്തുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഇത് പതഞ്ഞ് വരണം. എന്നിട്ട് ഈ പദവെടുത്തിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് ഡ്രൈ ആവും. ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വലിയുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്കത് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ആക്നി പ്രോൺ സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഓയിലി സ്കിന്നുള്ളവർ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കുക, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക. ഒരു നുള്ളു മതിയാവും, അതിടുക. അതിനുശേഷം അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ഉൾപ്പെടുത്തി നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ ആ പതയാണ് തേക്കേണ്ടത്. ആ പതഞ്ഞ് വരുന്ന സാധനമാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് വേണം അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് എഗ് വൈറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാ നീരും ഏതെങ്കിലും ഓയിൽ, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ നിങ്ങളുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും കുറച്ച് ഓയിലും കൂടെ അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ യെല്ലോയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. മുട്ടയുടെ ആ മഞ്ഞക്കരുവും കൂടെ നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ടൈറ്റാക്കും, നല്ല ഫേമാക്കി നല്ല സോഫ്റ്റാക്കി നിലനിർത്താൻ ഈ എഗ് വൈറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് ചെയ്തു നോക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ സാധിക്കും. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കുക, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണല്ലേ? അപ്പോൾ അത് അധികം വൈകിപ്പിക്കേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.